ഇന്ത്യയിലെ മയക്കുമരുന്നിന് അടിമകളായ യുവാക്കൾ കൂടുതൽ ലഹരി നൽകുന്ന മൂർഖൻ വിഷത്തിലേക്ക് തിരിയുന്നുവെന്ന് റിപ്പോർട്ട്. ഉഗ്രവിഷമുള്ള മൂർഖൻ പാമ്പുകളുമായി ബിഗ് ബോസ് വിജയി എൽവിഷ് യാദവിനെ പിടികൂടിയതോടെയാണ് പോലീസിന്റെ ഈ റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുന്നത്. സെലിബ്രിറ്റികളടക്കം ഈ മയക്കുമരുന്നിന് അടിമകളാണെന്നാണ് വിവരം. കൂടുതൽ ദിവസം നീണ്ടുനിൽക്കുന്ന അനുഭൂതിയാണ് ഇത് നൽകുക എന്നതിനാൽ തന്നെ യുവാക്കളെല്ലാം പാമ്പിൻ വിഷത്തിലേക്ക് തിരിയുകയാണ് ഇപ്പോൾ. യുവാക്കൾക്ക് എപ്പോഴാണ് പാമ്പിന്റെ വിഷം കൂടുതലായി ലഭ്യമായി തുടങ്ങിയതെന്ന് കൃത്യമായി അറിയില്ലെങ്കിലും രാജ്യത്തുടനീളമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഈ പ്രവണതയെ ഇല്ലാതാക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ബിഗ് ബോസ് വിജയിയായ എൽവിൻ യാദവ് പാമ്പിന്റെ വിഷം കടത്താൻ ശ്രമിച്ചുവെന്നാരോപിച്ച് അറസ്റ്റിലായതിനു പിന്നാലെയാണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നത്. യൂട്യൂബർ കൂടിയായ എൽവിൻ ഉത്തർപ്രദേശിലെ നോയിഡയിൽ നടന്ന ഒരു പാർട്ടിയിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. ഇയാളെ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. റെയ്ഡിനിടെ 9 മൂർഖൻ പാമ്പുകളും 20 മില്ലി പാമ്പിൻ വിഷമുള്ള ഒരു പ്ലാസ്റ്റിക് കുപ്പിയും പോലീസ് കണ്ടെടുത്തു. പാമ്പിൻ വിഷം നൽകിയതിന് എൽവിനെതിരെ കേസെടുത്തു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡയിലെ സൂരജ്പൂരിലെ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതിയിൽ ഞായറാഴ്ചയാണ് ഇയാളെ ഹാജരാക്കിയത്. ആരോപണങ്ങൾ അദ്ദേഹം നിഷേധിച്ചെങ്കിലും നോയിഡയിൽ സംഘടിപ്പിച്ച പാർട്ടിയിൽ പാമ്പുകളും പാമ്പിന്റെ വിഷവും എത്തിക്കാൻ താൻ ഏർപ്പാടാക്കിയതായി അദ്ദേഹം സമ്മതിച്ചു. റാവു സാഹിബ് എന്നറിയപ്പെടുന്ന യാദവ് ഹരിയാനയിലെ ഗുഡ്ഗാവ് സ്വദേശിയാണ്. 7 കോടി രൂപയുടെ സമ്പാദ്യം ഇയാൾക്കുണ്ടെന്നും പറയപ്പെടുന്നു. ഗുഡ്ഗാവിലെ അമിറ്റി ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നാണ് ഇയാൾ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. ശേഷം ഡൽഹിയിലെ ഹൻസ് രാജ് കോളേജിൽ നിന്ന് കൊമേഴ്സിൽ ബിരുദം നേടി. ഇയാളുടെ പിതാവ് രാം അവതാർ സിംഗ് യാദവ് അധ്യാപകനാണ്. അമ്മ സുഷമ യാദവ് വീട്ടമ്മയുമാണ്. ലഹരിക്കായി ആളുകൾ പാമ്പിൻ വിഷം ഉപയോഗിക്കാറുണ്ട്. മയക്കുമരുന്ന് പാർട്ടികളിലാണ് ഇത് കൂടുതലായി ഉപയോഗിച്ചു വരുന്നത്. മദ്യത്തിലേതുപോലെ ഉയർന്ന അളവിലുള്ള ലഹരിയല്ല പാമ്പിൻ വിഷം നൽകുന്നത്. മറിച്ച് നാഡീവ്യൂഹത്തെയും മറ്റു മാനസിക പ്രവർത്തനങ്ങളെയും ഇത് സ്വാധീനിക്കും. പാമ്പിൻ വിഷത്തിൽ അടങ്ങിയിരിക്കുന്ന ന്യൂറോടോക്സിൻ എന്ന ഘടകം ആവേഗങ്ങൾ കടത്തിവിടുന്ന പ്രവർത്തനത്തെ ബാധിക്കും. ഒരിക്കൽ ഉപയോഗിച്ചാൽ 6 മുതൽ 7 ദിവസം വരെ ഇതിന്റെ ഫലം നിലനിൽക്കും. ഇത്തരത്തിലുള്ള ആസക്തിയെ ഒഫിഡിസം എന്ന് വിളിക്കുന്നു. ജീവന് വരെ ഭീഷണിയുള്ളതാണിത്. കൂടുതൽ മികച്ച വിഷം ലഭിക്കുന്നതിന് പാമ്പുകളിൽ രാസപദാർത്ഥങ്ങൾ കുത്തിവെക്കും. ശേഷം പാമ്പുകളെ ചുണ്ടിനോ നാവിലോ മനഃപൂർവ്വം കടിപ്പിക്കും. പാമ്പിൻ വിഷത്തിലെ ന്യൂറോടോക്സിനുകൾ നാഡീവ്യവസ്ഥയെയാണ് ബാധിക്കുക. അത് ആവേഗങ്ങൾ കടത്തിവിടുന്നത് തടയുകയും പേശികളുടെ ബലഹീനതയ്ക്കും പക്ഷാഘാതത്തിലും മാനസിക നില തെറ്റുന്നതിനും വരെ കാരണമാകും. സെലിബ്രിറ്റികൾ ഉൾപ്പെടെ എല്ലാവരും അവരുടെ പ്രവൃത്തികളിൽ ബോധവാന്മാരാകണമെന്ന് ഉത്തർപ്രദേശ് പരിസ്ഥിതി മന്ത്രി അരുൺ സക്സേന പറഞ്ഞു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.